പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എല്ലാവരും എടുത്തോ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ഹീബ്രു ചാപ്റ്റർ 5 വേഴ്സ് 8. മമ്മേ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് എല്ലാവരും ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു. എന്നെ ശ്രദ്ധിക്കണേ. യേശുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവാം ദൈവം ആക്കി തീർത്തപ്പോൾ എങ്ങനെയായിരുന്നു? 100% മനുഷ്യനും 100% ദൈവവുമായിട്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കാണിക്കാൻ വേണ്ടി നമുക്കറിയാം, യേശു കടലിൻ്റെ മീതെ നടന്നതും അവൻ്റെ അത്ഭുതങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. യേശുവിൻ്റെ എന്ത് വെളിപ്പെടുത്തുന്നു? യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണ്? യേശുവിൻ്റെ മനുഷ്യത്വത്തെ അറിയുന്ന എപ്പോഴാണെന്നറിയാമോ? ലാസറിൻ്റെ വിഷയം കേട്ടപ്പോഴത്തേക്ക് മാർത്തയോടും മറിയോടും കൂടെ ചേർന്നിരുന്ന് യേശു എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? അവൻ കണ്ണീർ വാർത്തു. കണ്ടോ? ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനെ പോലെ യേശു എന്ത് ചെയ്തു? ആയിത്തീർന്നു. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ സഹോദരന്മാരോടൊപ്പം അവനെ താരതമ്യം ചെയ്ത് ചോദിക്കുന്നില്ലേ, ഇവൻ ആ തച്ചനായ വ്യക്തിയുടെ മകനല്ലയോ എന്ന് വെച്ചാൽ അവൻ്റെ സഹോദരന്മാരെക്കാളും വലിയൊരു വ്യത്യാസവും തോന്നിയില്ല. ഹലോ, ഞാൻ പറഞ്ഞ് കേൾക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ ഒരു കമ്പൗണ്ടർ, ഒരു GDA, ഒരു നേഴ്സും വരുന്ന പോലെയാണ് ഒരു ഡോക്ടർ വരുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ ഉണ്ടല്ലേ. അത് കാണുമ്പോൾ മനസ്സിലാവും ആരായി വരുന്നതെന്ന്. ഡോക്ടറാണ് വരുന്നത്. ശരിയാണോ തെറ്റാണോ? ഇതുപോലെ യേശുവിനെ തൻ്റെ സഹോദരന്മാരുടെ കൂടെ കണ്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വ്യത്യാസവും തോന്നിയില്ല. അവരിൽ ഒരാളെ പോലായിരുന്നു യേശു. നമ്മൾ പലരും മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരായി ഒരു അട്രാക്ഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? നമ്മളിൽ ജനത്തിലിടയിലുള്ള ഒരാളെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവരുടെ ഇടയിൽ എന്തോ ഒരു വലിയ വിഗ്രഹമായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ അത്രയും വിഷയമില്ല, നാട്ടിലെ വിഷയം അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ എന്തോ ആയാലും ആര് വേണം? ദൈവത്തെക്കാളും വിഷയം ആരാന്നറിയോ? പാസ്റ്റർ. പ്രിയരെ, നിങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാവോ? നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാവോ? പാസ്റ്റ് സ്ഥലം മാറുന്നതോടെ അവൻ്റെ വിശ്വാസം കഴിയും. മറ്റേ പാസ്റ്റ് ഉള്ളപ്പോൾ എന്തുമായിരുന്നു അറിയാം. ഇപ്പോൾ ഒരാകെ അല്ല, ഇപ്പം ഈ പാസ്റ്റ് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരുടെയും കണ്ണ് എങ്ങോട്ട് പോയെന്നറിയാവോ? ക്രിസ്തുവിലേക്ക് പോയില്ല. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഭയത്തോടെ ഞാൻ ഈ പകൽ ഓർപ്പിക്കുന്നു, ശ്രദ്ധ മുഴുവനും അവങ്കിലേക്ക് നമ്മുടെ ആയിരിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രിയരെ, നിങ്ങളുടെ മുഖം ഓരോ രാവിലെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം. അതിൻ്റെ ഒരു ചെറിയൊരർത്ഥം മാത്രം ഞാൻ പറയാം. ഏത് സാഹചര്യത്തിലും നമ്മുടെ മുഖം എങ്ങോട്ടായിരിക്കണം എന്നറിയാവോ? നമ്മുടെ മുഖം ക്രിസ്തുവിങ്കിലേക്കായിരിക്കണം. യേശുക്രിസ്തു പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഭൂമിയിൽ വന്നെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു സാധാരണക്കാരായ ഒരു പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. അങ്ങനെ തന്നെയാണ് കർത്താവ് മരിച്ചതും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ലോകത്തിന് എന്നോട് ഒന്നുമില്ല. ഇന്ന് ആർക്ക് പറയാൻ പറ്റും ഇങ്ങനെ പോയി? നമുക്ക് ലിഫ്റ്റിൽ വല്ലതും കയറിയെന്ന് വല്ലതും പറയാമായിരിക്കും ആർക്കും എന്നോട് ഒന്നുമില്ലെന്ന്. പക്ഷേ 10 പേരുടെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും വിശ്വാസികളുടെ തന്നെ ജോലി ചെയ്യുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പ്രിയരെ, നിങ്ങൾ വിചാരിക്കല്ലേ പാസ്റ്ററൊന്നും അറിയത്തില്ല. പാസ്റ്റർ ഇതെല്ലാം അറിയാം, ഞാനിതെല്ലാം കേൾക്കുക. നമ്മൾ നമ്മുടെ സ്വഭാവത്താൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിതരാക്കണം.
കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവിൻ. എങ്ങനെയാ നമ്മൾ ശരീരത്തെ കൊണ്ട് മഹത്വപ്പെടുത്തുന്നത്? ഒത്തിരി രീതിയിൽ നമുക്ക് ശരീരത്തെ കൊണ്ട് മഹത്വപ്പെടുത്താൻ പറ്റും. ഒന്ന്, നമ്മളിപ്പോൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നു, വചനം പറയുന്നു, പാട്ട് പാടുന്നു. ഇതെല്ലാം നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തെ കൊണ്ട് മഹത്വപ്പെടുത്തുക. ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. ഹലോ, പ്രസംഗിക്കുന്ന പാടാണോ? ഞാൻ പല പാസ്റ്റേഴ്സിനോട് സംസാരിക്കെടുക്കുക ചോദിക്കുമ്പോൾ അവരെ ഒന്ന് പൊക്കി പറയാൻ വേണ്ടി എന്നോട് പറയും, എന്തോ ചെയ്യാനാ, കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച അവിടെ മീറ്റിംഗ്, ബുധനാഴ്ച ഇവിടെ, പിന്നെ ഞാൻ വന്നേ ഉള്ളൂ പാസ്റ്റർ, ആകെ ബുദ്ധിമുട്ടാണ്. ഇത് എന്തിനാ ഇതൊക്കെ പറഞ്ഞത് ഞാൻ ചോദിച്ചതല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലയോ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് നേരിട്ട് കാനഡ, പിന്നെ കാനഡയിൽ നിന്ന് US വന്നു, ഡൽഹി വന്ന് ഇറങ്ങിയുള്ളൂ. ഭയങ്കര ചോദിച്ചിട്ടൊന്നുമില്ല. ചിലരുടെ പ്രാർത്ഥന അങ്ങനെ, രാവിലെ 7 പ്രാർത്ഥിച്ചു, 10 വരെ പ്രാർത്ഥിച്ചു, പിന്നെ ഇച്ചിരി റെസ്റ്റ് എടുത്ത്, പിന്നെ എടോ ഇത് ആരെങ്കിലും ചോദിച്ചോ? നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന ബിലീവറായിട്ട് മാറിയിരിക്കുക. കേൾക്കുന്നുണ്ടോ? ഇതാരും ചോദിക്കണ്ട, ചുമ്മാ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ സ്വോത്രം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നേ. ഇതാരും ചോദിക്കുന്നില്ല. ഇതെന്താ കുഴപ്പമെന്നറിയാവോ? നമ്മൾ എന്തോ ഒരു പ്രെയർ, ഒരു പ്രെയർ വാരിയർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ടെക്നിക്കാണ്. അവരെക്കുറിച്ച് വചനം പറഞ്ഞറിയോ? നിങ്ങളുടെ പ്രതിഫലം കിട്ടിപ്പോയി. എന്തുവായിരുന്നു നമ്മുടെ പ്രതിഫലം? എല്ലാവരും അറിയണമെന്നായിരുന്നു, അത് കിട്ടി. ഹലോ, എന്തൊരു ദുഃഖമെന്ന് നോക്കി. തിരുമേശയുടെ മുമ്പിൽ വന്നിരുന്ന എല്ലാവരും ഇന്ന് കള്ളം പറഞ്ഞു വിടുന്ന നിങ്ങളെ വിടാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒറ്റ കാര്യത്തിനെ താല്പര്യമുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങണം. ഈ തിരുമേശയിലേക്ക് വിശുദ്ധിയോടെ നമ്മൾ കൈ നീട്ടണം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ഒരു പെർഫെക്ഷനിലേക്ക് കുതിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഈ വചനം വായിക്കണം. ഒരു പെർഫെക്ഷനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 100% ദൈവവും 100% മനുഷ്യനുമായിട്ടാണ് ഈ ഭൂമി വന്നേ. എന്നിട്ടും ദൈവം തനിക്ക് ഇങ്ങനെ ഒരു ക്രൂശ് ഒരുക്കി. നമ്മൾ പല കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്രൂശ് വഹിക്കുക എന്നുള്ളത് നമുക്ക് പറയാനും എടുക്കാനും ചെയ്യാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് അതിൻ്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. എന്തോ ഇവിടെ പറഞ്ഞേ? ഇപ്പോൾ വായിച്ച വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. എൻ്റെ ചോദ്യം, യേശു പെർഫെക്റ്റ് ആയിട്ടൊരു മനുഷ്യനായിട്ട് എങ്ങോട്ട് വന്നേ? 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. എങ്കിൽ പിന്നെ എന്തിന് യേശുവിനെ കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടേണ്ട ആവശ്യമുണ്ട്? നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാതൽ ഭാഗവും നമ്മുടെ കഷ്ടം മാറാൻ വേണ്ടിയാ. ആണോ അല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കഷ്ടമില്ലെന്ന് പറഞ്ഞാലും പാസ്റ്ററായ ഞാൻ പറയും 5 ദിവസം ഇരിക്കണം കഷ്ടം മാറണമെങ്കിൽ. ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങളെ ഇരുത്തും. യേശു ഈ ഭൂമി വന്നപ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് എബ്രായ ലേഖനക്കാരൻ എഴുതിയിരിക്കുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനാവണമെന്ന്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായാ ഉണ്ടല്ലോ നിങ്ങൾ എഴുന്നേറ്റ് ഇന്ന് ചാടും. പണ്ടൊരു അമ്മാമ്മയോടെ പറഞ്ഞ പോലെ, എൻ്റെ പാസ്റ്റർ, നിങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ടപ്പോൾ എനിക്ക് എഴുന്നേറ്റ് ചാടാൻ തോന്നി. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരെ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, പറഞ്ഞല്ലേ, ചോദിച്ചോ ഞാൻ കള്ളമാണോ പറഞ്ഞു? ഞാൻ കള്ളമല്ല പറഞ്ഞു. അപ്പൊ അവര് പറയുക, നിങ്ങൾക്ക് ഇത്രയും വചനമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നി പാസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന്. ഞാൻ ആലോചിക്കാൻ, എൻ്റെ ദൈവമേ, അതുപോലെ 5 വിശ്വാസിയെ ഉണ്ടെങ്കിൽ അത് മതിയെന്ന്. ഒരു വചനം കേട്ടാൽ, ഞാൻ പറഞ്ഞത് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുമ്പോഴൊന്നും അല്ല. ഒരു വചനം കേൾക്കുമ്പോൾ അതിനകത്തിൽ സന്തോഷിക്കാനായിട്ടൊരു മനസ്സും കൊണ്ട് വേണം നിങ്ങൾ വരാൻ. ഇല്ലെങ്കിൽ കർത്താവിനോട് പറയണം, എൻ്റെ ദൈവമേ, വചനം സെൻസ് ചെയ്യാനുള്ള എൻ്റെ ആ ഒരു കഴിവ് ഹൃദയത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ എന്ന് ദാവീദ് പറഞ്ഞ പോലെ തന്നെ എനിക്കതിനെ സെൻസ് ചെയ്യാനുള്ളൊരു കൃപ തരണേ കർത്താവേ. നമ്മൾ ഈ 1 മണിക്കൂർ 1/2 മണിക്കൂർ ഈ വചനം കേൾക്കുന്നത് എന്തിനാണെന്നറിയോ? ഇനിയും നമ്മൾ പരീക്ഷയിലേക്ക് ഇറങ്ങും. അടുത്ത തിങ്കൾ മുതൽ ശനി വരെ നമ്മുടെ എന്തുവാ? പരീക്ഷണോ? നിങ്ങളെ ഇതിനകത്തിൽ റെഡിയാക്കിയിട്ടാണ് നമ്മളിനി ഇറക്കാൻ പോകുന്നത്. നമ്മളിനി റോഡിൽ പോവും, യാത്ര ചെയ്യും, വണ്ടിക്കാരൻ വരും, കടയിൽ പോവും, മീൻ മേടിക്കുന്നവൻ മോശമായിട്ടുള്ള മീൻ മേടിച്ച് തരും, പൈസ മേടിച്ചിട്ട് അവൻ തിരിച്ചു തരത്തില്ല, പറ്റിക്കും. അവൻ ആ 10 രൂപ കൊടുത്തിട്ട് 5 രൂപയുടെ സാധനം മേടിച്ച് അവൻ ബാക്കി 5 രൂപ തരാതെ ഒക്കളഞ്ഞു. ഇതെല്ലാം ഇതിനകത്തുണ്ടാവും.
അതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് എന്തോ ചെയ്യണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ ആഴ്ച മുഴുവൻ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം. നീ ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ നിന്നെ അവൻ മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനും ചെയ്യും. അതിൻ്റെ നടുവിൽ നിനക്ക് ഒരു ദൂതനെ പോലെ ഇരിക്കണമെങ്കിൽ നിനക്ക് വചനം അതിൻ്റെ ഉള്ളിൽ വേണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു TL വിളിച്ചിട്ട് പറയുക, ചേട്ടാ ഇവളെ ഇവിടുന്ന് എപ്പോഴും ഏറ്റവും എടുത്ത് മാറ്റണം ഇവളെ. ഞാൻ എന്തോ പറ്റി? ഒരു വ്യക്തിയുടെ, ഒരു ദേവിയുടെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവളെ പോലെ ഇവളിപ്പോൾ എന്നോട് വിടുന്നത്. പക്ഷെ ചേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് ആരെ പോലെ ആയെന്ന്. അയ്യോ, 3 മിനിറ്റ് കൊണ്ട് 2 പേരുടെ വ്യത്യാസമായി. ആദ്യം ആരെ പോലെ ആയിരുന്നു, ഞാൻ പേര് പറഞ്ഞില്ല, കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. ആദ്യം പറഞ്ഞു ഞാൻ, ചേട്ടാ ഇതൊരു ഭദ്രകാളിയെ പോലെ. ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞു, വിഷയം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് ഇപ്പൊ ആരെ പോലെ ആയി. ഓ, എന്തൊരു മാറ്റം. ഞാനും ആലോചിച്ചു, എൻ്റെ ദൈവമേ എന്നെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയും. നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ, ഓഫീസിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന്. ഹലോ, കേൾക്കുന്നുണ്ടാവല്ലോ. നമുക്കിവിടെ 100 ആവാൻ വലിയ പാടൊന്നുമില്ല. ഡ്രംസിൻ്റെ ബീറ്റ് ഞാൻ 1/4 ഇച്ചിരൂടെ സ്പീഡായിട്ട് അടിച്ചാലും നമുക്ക് ഒരു ബലമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സത്യത്തിലുള്ള ബലമാണോ പ്രാപിച്ചതെന്ന് എപ്പോഴാണ് അറിയുന്നതെന്നറിയാവോ? നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നീ ചെയ്തിട്ടില്ലാത്തത് ചെയ്തെന്ന് പറയുമ്പോൾ, നിനക്കെതിരെ വ്യാജം പറയുമ്പോൾ, നീ പറ്റിക്കപ്പെടുമ്പോൾ. ഞാൻ ഈ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പരിശുദ്ധ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വ്യത്യാസമൊന്നും നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്നറിയാവോ? നമുക്ക് വ്യത്യാസമെന്ന് നമ്മൾ അറിയുന്നത് ഇന്നത്തെ പാട്ട് ഏറ്റവും നന്നായിട്ട് പോകുമ്പോഴല്ല മോനെ. ഇന്ന് പാസ്റ്റർ നല്ല 2 കഥ പറഞ്ഞപ്പോഴല്ല. ഇന്നത്തെ മീറ്റിംഗ് നന്നായിട്ട് പോയെന്നറിയുന്നത് നിന്റെ ഉള്ളിൽ വചനം തുളച്ചിറങ്ങുമ്പോഴാണ്. അതെ കർത്താവേ, ഞാനൊരു പാപി, എന്റെ മുഖം മൂടി നീ വലിച്ചു കയറണേ. എന്റെ ചോദ്യം, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ബൈബിൾ സ്കൂൾ എവിടെ പഠിക്കാം? നിന്റെ വചനം പറയുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ പാപം വിട്ടോടാനുള്ള ടെൻഡൻസി അവനുണ്ടാവണം. പാപത്തിൽ രസിക്കുന്നവനെ ഇരുത്തി സുഖിപ്പിച്ചു വിടാനുള്ളതല്ല ഈ ദൈവത്തിന്റെ വചനം. അവിടെ ആളുണ്ട് കേട്ടോ. മലയിൽ നിന്ന് താഴെ മോശയോട് കർത്താവ് പറഞ്ഞ വചനം എന്താണെന്നറിയോ? ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ, പക്ഷെ അവരെല്ലാം എന്തോതിന്റെ കൂട്ടാന്നറിയാവോ? പരാജയപ്പെട്ടവരുടെ കൂട്ടം. അവർ നമ്മൾ ആളുള്ളിടത്ത് മൊത്തം കൃപയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തെറ്റിപ്പോയി കേട്ടോ. നാളെ ഇവിടെ ആളുണ്ടാവട്ടെ, എങ്കിലും ഞാൻ പറയുന്നത് അത് കൃപയുടെ ലക്ഷണമല്ല. കൃപയുടെ ലക്ഷണം എന്താണെന്നറിയാവോ? കഷ്ടം അനുഭവിച്ച് തികഞ്ഞ് ക്രിസ്തുവിനെ പോലായിത്തീർന്നു. എന്റെ ചോദ്യം, ഈ സാക്കേത് PMG ചർച്ചിനകത്തിൽ ഒരാളെങ്കിലും യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? തിരുമേശയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ പറയപ്പാ, എന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വല്ല വിധേനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതായിരിക്കണം. ഇതൊക്കെ വെച്ച് വേണം പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കാതെ നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന പോലെ ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഗൗരവമായ വിഷയം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു ജീവിച്ചതിന് തത്തുല്യമായ ഒരു ജീവൻ ജീവിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ പിന്നെ എന്തോ പറ്റുമെന്നറിയാവോ? നമ്മള് സ്നേഹം തണുത്തവരെ പോലെ, മനസ്സ് തണുത്തവരെ പോലെ ആയിത്തീരും. ഞാൻ 2009 ഞാൻ സ്നാനപ്പെടുന്നു. ഇന്നിപ്പം 2024, ഏകദേശം 15 വർഷത്തിനടുത്താവുന്നു. സെപ്റ്റംബർ മാസമായി സ്നാനപ്പെട്ടു. ഏകദേശം ഇപ്പോൾ ഒരു 15 വർഷമായി വരുന്നു. എൻ്റെ ചോദ്യം, ഈ 15 വർഷത്തെ നമ്മുടെ യാത്രക്കിടയിലുണ്ടല്ലോ, നമ്മൾ പലരോടുമുള്ള ഇടപെടൽ കാരണം നമ്മളൊരു നല്ല വ്യക്തിത്വത്തെ പോലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അതൊന്നും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടപെടൽ കാരണം പലരോടും നമ്മൾ സംസാരിച്ച് പല ചതിക്കുഴിയിൽ നമ്മൾ വീട് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിപ്പിന് എല്ലാവരും അതുപോലാന്ന. അതിനിട കൊടുക്കല് കേട്ടോ. അതിന് നമ്മുടെ ഹൃദയത്തെ കൊടുക്കരുത്. ഓരോ സമയവും നമ്മൾ വിവേചിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു മുൻവിധിയോടായിരിക്കാം ഓരോ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ചില നിഷ്കളങ്കന്മാർ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ചില നല്ലവർ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ അനുഭവം ലഭിക്കേണ്ടവൻ എന്ത് കിട്ടുമെന്നറിയാവോ? അവനത് ലഭിക്കാതെ പോകും. അതൊരിക്കലും നമ്മൾ ഇടവരുത്തരുത്.
എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ അനുഭവത്തിൽ കൂടെ കടത്തിവിടുന്നത്? എന്നെ കേൾക്കുന്നവർ നഷ്ടം സംഭവിച്ചവരിനകത്തുണ്ട്, എന്നെ കേൾക്കുന്നവർ ലാഭമില്ലാത്തവരിനകത്തുണ്ട്, എന്നെ കേൾക്കുന്നവർ വേദന അനുഭവിക്കുന്നവരുണ്ട്, രഹസ്യത്തിൽ പറയാൻ പറ്റാത്ത വിഷയത്തിനുള്ളിലുണ്ട്, നാറുന്ന വിഷയത്തിനകത്തിരിക്കുന്നവരുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റാത്തവരിനകത്തുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇതിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാവോ? തികഞ്ഞവനാകാൻ വേണ്ടി. നമുക്ക് മുന്നമേ ഈ ഓട്ടമോടി തികച്ചവന്റെ പിൻഗാമിയാകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കഷ്ടതയെ കൂടെ വിട്ടത്. എന്റെ ചോദ്യം, യേശു വെച്ചിരിക്കുന്ന ഈ കഷ്ടതയെ വേണ്ടെന്ന് പറയാൻ പാസ്റ്ററെ നിനക്കാരാ ലൈസൻസ് തന്നെ? നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടല്ലേ പ്രിയരെ? നമ്മൾ കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ബാബു ചെറിയാനാന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഒരാളെ നന്നായിട്ട് അറിയണമെങ്കിൽ കുറഞ്ഞ വർഷം അവരുടെ കൂടെ നമ്മളൊരു 3 മാസമെങ്കിലും താമസിക്കണം. ഹലോ, കുറഞ്ഞ വശം എങ്കിലേ നമുക്കറിയത്തുള്ളൂ. നമ്മൾ കാണുന്നു, അല്ലെ പാസ്റ്റർ പ്രൈസ് ലോർഡ്, ഇതൊക്കെ പറയാൻ ആർക്കറിയാമേ? ഇതൊക്കെ പറയുന്നൊന്നും അല്ല കാര്യം. കാര്യം എങ്ങനെ അറിയുന്നറിയാവോ? പണ്ടാരണ്ട് പറയത്തില്ലേ, കാര്യത്തോടടുക്കണം. പുളി അറിയണമെങ്കിൽ കാര്യത്തോടടുക്കണം. നമ്മളെ ഓരോരുത്തർ അറിഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ നടുവിൽ രഹസ്യത്തിൽ പോലും നിന്നെക്കുറിച്ചൊന്നും പറയാൻ നീ അവസരം കൊടുക്കരുത്. തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനല്ലേ വചനം പറഞ്ഞേ, എന്നെ തൊടുന്നവൻ നിന്റെ കൺമണിയെ തൊടുന്നവൻ ആരെ തൊടുന്നത് പോലാന്നറിയാവോ? ദൈവം തൊടുന്നവൻ. നിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്ന ദൈവമാകട്ടോ. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയായിരിക്കും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരായി തീരണമേ. എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, തലമുറയുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ ചോദിക്കുകയാണ്, അവർ ഉറങ്ങിക്കോട്ടെ, അവർ നേരെ ഇരുന്നോട്ടെ, അവരൊരു പക്ഷേ എങ്ങനെയാണ് നിന്റെ മുമ്പിലായിക്കോട്ടെ, നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. എൻ്റെ ദൈവമേ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ ബോധ്യം നിങ്ങളെ ഭരിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് തിരുമേശയിൽ പ്രവേശിക്കുക. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹീബ്രൂ ചാപ്റ്റർ 2:10, 2:10 കൂടെ ഒന്ന് വായിച്ചാട്ടെ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, നോക്കിക്കോണേ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഈ 2 വാക്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഒന്നാമത് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനാകുന്നു. അടുത്ത വാക്യം വായിക്കുകയാണ്, സകലത്തിനും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ. ഈ വിഷയം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ശ്രദ്ധിച്ചാട്ടെ. ഏകജാതനായ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അറിയത്തില്ലേ? പിതാവാം ദൈവത്തിന് ആരായിരുന്നു? ഏകജാതനായിരുന്നു. വേദപുസ്തകം ഒരു നല്ല വാക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഏകജാതനായിരുന്നു ഈ ക്രിസ്തുവിനെ വചനം മനസ്സിലാക്കി എഴുതിയിരിക്കുന്നു, ആദ്യജാതനാക്കിയ കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? അയ്യോ, വല്ലോ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണേ. ഏകജാതനായിരുന്ന ഈ ക്രിസ്തുവിനെ സ്വർഗം നമുക്ക് വേണ്ടി എന്തുവാക്കി തീർത്തു? ആദ്യജാതനാക്കി തീർത്തു. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ഏകജാതനായിരുന്നു. അവനിൽ ഇനി അനേകം സഹോദരന്മാര് വരേണ്ടതിന് ക്രിസ്തുവിനെ ആദ്യജാതനും നമ്മളെ അവന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി മാറ്റി. ഈ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുമ്പിൽ ഓടിപ്പോകുവാൻ കർത്താവിനെയും കൂടെ ദൈവത്തിന് എന്ത് ചെയ്യണമായിരുന്നു? ഒരു കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടത്തിവിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. സഫറിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്തിനാണെന്നറിയോ? നമ്മളെ പെർഫെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെ നല്ലതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി. കുടുംബമായിട്ടുള്ളവരറിയണേ, ഭാര്യയും ഭർത്താവും
ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉരകല്ല. ഹലോ, എന്നെക്കുറിച്ച് ഈ ചർച്ചിലിരിക്കുന്നവർക്ക് പലർക്കും പല സാക്ഷ്യം ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ വൈഫിനെ മാറ്റി നിർത്തിയൊന്ന് ചോദിക്കണം, ഇതേ വ്യക്തി തന്നെയാണോ വീട്ടിലെന്ന്. ഹലോ, നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി നിങ്ങളാരും ഉണ്ടായിരിക്കും. അന്നേരം അറിയാം പക്ഷേ വിഷയമാണ്. ഇത് പറയരുത്. ഇതുവരെ പറഞ്ഞെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. അതിലാണ് നമ്മൾ പോരാടേണ്ടത്. നമ്മൾ പറയുന്നു ഞങ്ങൾക്ക് പോരാട്ടമുള്ള എവിടെയാ? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പോരാട്ടമുള്ള എവിടാന്നറിയാവോ? നമ്മൾ യേശുവിന് കീഴടങ്ങിയിട്ടും ഇപ്പോഴും ആ സ്ഥാനം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹലോ, മനസ്സിലായോ? ഞാൻ ഉദാഹരണം പറയാൻ തോന്നുന്നു. ഉദാഹരണം പറയാൻ എളുപ്പം മനസ്സിലാവും. നമ്മളൊരു ഏരിയയുടെ മാനേജറായിട്ട് നമ്മൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ, നിങ്ങൾ ആ ഏരിയയുടെ മാനേജറാണ്. നിങ്ങളൊരു ചെയറിൽ ഇരിക്കുന്നു, അതിൻ്റെ മുമ്പിൽ മാനേജർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ടേ, കാഴ്ചയിലൊന്ന് കണ്ടേ. വേറെ ആരുടെ പറഞ്ഞു ഭാഷ ഞാൻ CEO ആവാനിരിക്കും. അപ്പോഴാ ഭാഷ ടീക്ക് എങ്കിലും നിങ്ങൾ പറഞ്ഞാട്ടെ, ഞാൻ ഒരു മാനേജറായെന്ന് വിചാരിച്ചോ. നമ്മൾ മാനേജർ ആയിരിക്കുന്ന ആ പോസ്റ്റിലേക്ക് പെട്ടെന്ന് ബോസ് വന്നിട്ട് നമ്മളെ അവിടുന്ന് ഡീപ്രമോട്ട് ചെയ്ത് വേറൊരാളെ അവിടെ ആക്കിയാലും കുറച്ചു ദിവസമൊക്കെ നമ്മുടെ തലയ്ക്കാദ്യം നമ്മൾ മാനേജറാന്ന് തന്നെ തോന്നും. കർത്താവ് വന്ന് ഇവിടുന്ന് ഒരാൾ പോലും നഷ്ടപ്പെടത്തില്ല കേട്ടോ. കാരണം എല്ലാവരും അത്ര ഒരു മുഖം കണ്ടില്ല, എല്ലാവരും അത്ര റെഡി ആയിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മളാരും അങ്ങനെ ചെയ്യത്തില്ലല്ലേ? അയ്യോ, ഞാൻ ചെയ്തു പോകും കേട്ടോ, ഞാൻ അതിന് പേടിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ നാളെ ഒരാളെ കൊണ്ടിരുന്നാലും ആ പൊസിഷനിൽ തന്നെ കളഞ്ഞാലും കുറച്ചു ദിവസമൊക്കെ എടുക്കും യഥാർത്ഥത്തിൽ ഞാൻ അതല്ലെന്ന് അറിയാൻ വേണ്ടി, അല്ലേ? അച്ഛാ പ്രത്യേകം എല്ലാവരും ഓരോരുത്തരെല്ലാവരും അച്ഛനെ അതിനെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം അറിയണം, നിങ്ങൾക്ക് ആർക്കും ഒരു മുഖവ്യത്യാസമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെന്ന് എനിക്കങ്ങനെ തോന്നി. ഞാൻ ഒരു പൗലോസ് പറഞ്ഞ പോലെ ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമുക്കങ്ങനെ തോന്നും. കാരണം നമ്മുടെ സ്ഥാനം പോയാലും നമുക്ക് സമയമെടുക്കും. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ മരിച്ചെന്ന് നമ്മൾ പറഞ്ഞാലും, നമ്മൾ പാപത്തിന് അടിമയല്ലെന്ന് പറഞ്ഞാലും, ഈ ജഡത്തിനകത്ത് നിന്ന് അത് പോകാനുണ്ടല്ലോ ടൈം എടുക്കും. ആ പ്രവർത്തിക്കാണ് ദൈവം നിങ്ങളെ സഫറിങ്ങിലൂടെ ദൈവം കൊണ്ടുപോകുന്നത്. നിങ്ങളെ ഒതുക്കി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അവസാന ശക്തി വരെ മാറ്റി നീ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണത്. അത് മാറ്റണമെന്നാണ് നമ്മളെല്ലാവരും ഇവിടെ കുത്തിയിരുന്ന് ഉപസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് നന്നാകാൻ വെച്ചിരിക്കുന്നത് മാറണമെന്നാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ലൊരു പ്രയർ എനിക്ക് മനസ്സിലായ ഒരു പ്രയർ എന്താണെന്ന് അറിയാം. ഞാൻ പറയും, കർത്താവേ, ഇത് ദൈവഹിതമാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം നടക്കട്ടെ. ഇത് ദൈവഹിതമല്ലെങ്കിൽ ഇതിൻ്റെ മേൽ ഒരു ജയം ഉറപ്പായിട്ടും ദൈവം ഞങ്ങൾക്ക് തരണം. അല്ല, ദൈവഹിതമാണോ അല്ലയോ എന്നും പറഞ്ഞ് ഇതെന്തോ ഒരു മുമ്പിലൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ ദൈവഹിതമാണെന്നും പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുക. എവിടെ ദൈവഹിതമല്ലെങ്കിലും നീ എന്നെ തടയണമേ. എത്ര പേർക്ക് അത് ദൈവത്തോട് പറയാൻ പറ്റും? കർത്താവേ, ദൈവഹിതമാണെന്നും പറഞ്ഞ് ഞാനിപ്പോൾ മുമ്പോട്ട് പോവുക. അത് നീ തിരഞ്ഞെടുക്കുന്ന വഴി ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ. കർത്താവേ, ഇപ്പം ഞാൻ ദൈവഹിതമാണെന്നും പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോന്നേ. ദൈവഹിതമല്ലെങ്കിൽ നീ എന്നെ അതിൽ സ്റ്റോപ്പ് ചെയ്യണം കർത്താവേ. കുറഞ്ഞ വശം ഇത്രയെങ്കിലും പെർമിഷനോടുകൂടി വേണം ഈ ക്രിസ്തീയ യാത്ര നമ്മൾ മുമ്പോട്ട് നടത്താൻ വേണ്ടി. നമ്മൾ 2 വാക്കേ പറഞ്ഞോളൂ. ഒന്ന്, തികഞ്ഞവനായി തീരാൻ വേണ്ടി. മറ്റൊന്ന് പറയുന്നത്, അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? തികഞ്ഞവനാക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ലൈഫ് നയിച്ച യേശുവിനെ പിതാവാം ദൈവത്തിന് എന്തോ ആക്കി തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? പറഞ്ഞേ, തികഞ്ഞവനാക്കി തീർക്കണമായിരുന്നു. നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കാം ഈ തിരുമേശയുടെ മുമ്പിൽ. കർത്താവേ, യേശുവിന് ഇത്രയൊക്കെ ആവശ്യമായിരുന്നു പിതാവിന്റെ പദ്ധതിയെങ്കിൽ നമുക്ക് എത്ര അധികമെന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഞാൻ ശിരസിനേക്കാളും മുകളിലല്ല. അവനെന്തോ പറഞ്ഞേ, എവിടെ വരെ വളരണമെന്നാ? ക്രിസ്തു വന്ന തലയോളം. ആര് വളരാൻ അനുവദിക്കും? അത്രയും ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. എൻ്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും കസേരയിൽ ഒത്തിരി പേരിപ്പുണ്ട്. ഒരു ടെക്നിക്കെങ്കിലും ഞാൻ മാറ്റി വെച്ചിരിക്കും. പിടിച്ചിരിക്കണ്ടേ മാസ്റ്റേ? ഹലോ,
പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞേ നമുക്ക് ദൈവസഭയ്ക്ക് ആദ്യം മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്താലും എൻ്റെ ഒരു മെയിൻ ടെക്നിക്ക് ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യത്തില്ല, പറഞ്ഞു കൊടുക്കത്തില്ല. കാര്യം എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. കർത്താവ് പറയുകയാണ്, അല്ല ക്രിസ്തു എന്ന തലയോളം. ആർക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റും? കൂടെ നിൽക്കുന്നവൻ വളർന്നു വരുമ്പോൾ അതിനെ ഹൃദയത്തിൽ അസൂയയില്ലാതിരിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ജോയിച്ചാൻ്റെ മോള് പാടുമ്പോഴും ജോസച്ചാൻ്റെ മോൻ പാടുമ്പോഴും വേറൊരാൾക്ക് അതിനകത്തിൽ അസൂയ ഉണ്ടാവല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യം പറയാം. എടാ മോനെ, ഈ കുഞ്ഞ് അബ്നേർ നന്നായി വരുമ്പോൾ ഞാൻ അവനോട് അസൂയിക്കല്ലേ എൻ്റെ കുഞ്ഞ് വരുന്നില്ലെന്നോർത്ത്. അതിന് പറ്റുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നീ പോയി പറയണം, എൻ്റെ ദൈവമേ, വക്രത നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ. എന്നിട്ട് വന്നൊന്ന് ആരാய்ச்சி നോക്കുന്നേ, എന്നിട്ട് വന്ന് നമ്മളൊന്ന് പാടി നോക്ക്, എന്നിട്ട് വന്ന് നമ്മൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നോക്ക്. വക്രത ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന് ഇറങ്ങാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ അടുക്ക മാത്രം നമ്മുടെ യാതൊരു നമ്പരും ചലിക്കത്തില്ല. അവൻ ഹൃദയത്തെ ആഴമായി നോക്കി അതിന്റെ മേൽ പ്രവർത്തിക്കുന്നവനാണ്. ഒരു വ്യാജോടെ നടക്കത്തില്ല. അതുകൊണ്ട് വ്യാജം ഒഴിഞ്ഞ ഒരു ദൈവസഭയായിരിക്കാൻ നമുക്ക് ഈ തിരുമേശയുടെ മുമ്പിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു പ്രാവശ്യം ദൈവത്തിൽ അടയട്ടെ. ആരാണിന്ന് പകലിൽ, കർത്താവേ, എന്നെ ഒരു സമ്പൂർണനായ ഒരു തികഞ്ഞവനാക്കി എന്നെ ദൈവം മാറ്റണേ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അങ്ങനെ ആക്കി മാറ്റണമേ. എൻ്റെ പ്രിയപ്പെട്ടവനെ ദൈവം അതാക്കി മാറ്റണമേ. എൻ്റെ പ്രിയപ്പെട്ടവളെ കർത്താവാക്കി മാറ്റണമേ. ദൈവസഭയിലെ ഓരോ പ്രിയപ്പെട്ടവരെയും ഒരു തികഞ്ഞവരാക്കി മാറ്റണമേ എന്ന് ആരാ ഈ പകലിൽ പ്രാർത്ഥിക്കും? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ.